ഇത് പോലീസ് പറയുന്നത് ഇത് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെയും വിദേശ ഏജൻസികളുടെ സഹായം ഇന്റർപോളിന് റിപ്പോർട്ട് ചെയ്യും. ഈ ഇന്റർപോളും വിദേശ ഏജൻസി എങ്ങനെ ആവശ്യമുണ്ടായിരുന്നു? കയ്യിൽ കിട്ടിയ പ്രതിയെ പറഞ്ഞയച്ചിട്ടാണല്ലേ ഈ പണി ചെയ്യുന്നത്. ആദ്യം ഈ പ്രതിയെ പറഞ്ഞയച്ചവന്മാരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതാ ചെയ്യേണ്ടത് ആദ്യം. പെമ്മക്കളുള്ള ഒരുത്തനും അങ്ങനെ ചെയ്യത്തില്ല, ഇതുപോലെ പറഞ്ഞു വിടത്തില്ല. ഇതേപോലെ ഒരു കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ച ഒരുത്തനെ ഇതുപോലെ അവിടുന്ന് അവനെ കസ്റ്റഡിയിൽ കിട്ടിയിട്ട് അവൻ അവിടെ വന്നിട്ട് അവനെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ മാത്രം നമ്മൾ ഈ മാധ്യമങ്ങളിൽ നിന്ന് കണ്ടത് പോലീസുകാരൊക്കെ അവൻ്റെ തോളെ കയറ്റികൊണ്ട് നടക്കുന്നതാണ്. വളരെ അടുപ്പം, അത്ര അടുപ്പമാണ് അവനുമായിട്ട്. ആ അടുപ്പം വെച്ചുകൊണ്ടാണോ ഇത് ചെയ്യേണ്ടത്? ഈ രീതിയാണോ ചെയ്യേണ്ടത്? അടുപ്പം ഉണ്ടെങ്കിൽ അവർ വേറെ കാര്യങ്ങളൊക്കെ നടത്തിക്കോട്ടെ, ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇത് പോലീസിൻ്റെ ഒത്താശയാണ് ഈ കാര്യത്തിൽ. പോലീസ് ഇവനെ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് അവന് പോകാനിടയായത്. അല്ലെങ്കിൽ അവൻ പോകാൻ പറ്റിയല്ല അവന് ഒരിക്കലും. കാരണം അന്ന് ആദ്യം തന്നെ 307 രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ, കേസ് എടുത്തിരുന്നെങ്കിൽ അവന് പോകാൻ ഒക്കത്തില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ വന്ന് വരുത്തനെ അവനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഒക്കത്തില്ല. ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണ്, 307 ആണ്, സെഷൻസ് ഒഫൻസ് ആണ്. ആ രീതിയിലുള്ള ഒരു കേസിനകത്ത് പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ അവനെ പതുക്കെ അങ്ങ് പറഞ്ഞയക്കുക. അത് പോലീസിൻ്റെ അനാസ്ഥയൊന്നുമല്ലത്, ഏറ്റവും വലിയ അഴിമതിയാണ് നമ്മളവിടെ കണ്ടത്. അഴിമതിയാണ്, നഗ്നമായ അഴിമതിയാണ് ആ നടന്നേക്കുന്നത്. അപ്പോൾ പറഞ്ഞയച്ചു. അതുമൂലം എന്താ, അവൻ അങ്ങ് പോകാൻ പറ്റി. ഇനി എന്താ ബ്ലൂ കോർണർ നോട്ട്, ഈ ബ്ലൂ കോർണറും എക്സ്ട്രാഡിഷനും അങ്ങനെ വേണം? മറ്റ് വിദേശ ഏജൻസികളുടെ സഹായം വല്ലതും ആവശ്യമുണ്ടായിരുന്നു അവനെ ഈ പോകാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ? അന്ന് ജർമ്മനി പോകരുത് എന്ന് തന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവനെ ജർമ്മനിയിലേക്ക് വിടരുത്, ജർമ്മനി പോകാൻ അവനെ അനുവദിക്കരുതെന്നാണ് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പോലീസ് ചെയ്തേക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി മാത്രമാണ് ഈ 307 ഇൻക്ലൂഡ് ചെയ്തത്. എന്നിട്ട് 307 ഇൻക്ലൂഡ് ചെയ്തിട്ട് അവൻ പിറ്റേന്ന് വൈകുന്നേരം വരെ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേന്ന് വൈകുന്നേരം വരെ വീട്ടിലുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ പോയതാണ്. പോലീസുകാരെ ഇടയ്ക്ക് സന്ദർശിച്ചായിട്ടൊക്കെ അയൽക്കാരൊക്കെ അവരെല്ലാം ഈ മാധ്യമങ്ങളോട് പറയുന്നത് ഈ പല ചാനലുകളിൽ നിന്നും ഞാൻ കണ്ടതാണ്. അപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നു, വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ പറയുന്നു അവൻ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇല്ലേ എന്നുവെച്ചാൽ അവൻ്റെ തള്ളയ്ക്ക് അവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇത്രത്തോളം കളവ് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ആ പെൺകുട്ടിയെയും കൂടി ഇരുത്തി മദ്യപിപ്പിച്ച ഈ സ്ത്രീ മാത്രമല്ല, ഇതേപോലെ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഇത്രത്തോളം പീഡനം അതിന് നൽകിയതിന് ശേഷം അവരെയൊക്കെ എതിരെ ഒന്നും ഇതുവരെ നടപടിയൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല. എന്ന് വരുമെന്നുള്ളത് നമുക്കറിയില്ല. ഇനി പോലീസ് എന്ത് ചെയ്യാനാണെന്ന് അറിയില്ല. അതായത് ചെറുതായിട്ടൊന്ന് അടിച്ചതേ ഉള്ളെന്ന് കേട്ടോ, അടി. ആ സ്ത്രീക്ക് ഇത് കൊണ്ടിരുന്നെങ്കിൽ അറിയാമായിരുന്നു അടി ചെറുതാണോ വലുതാണോ എന്ന്. ചെറുതായിട്ടൊന്ന് അടിച്ചതേ ഉള്ളെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കഴുത്തിലെ വരിഞ്ഞ് മുറുക്കി കൊല്ലാൻ തുടങ്ങി. ആ ഭാഗ്യത്തിന് ആ കുട്ടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതിൻ്റെ വീട്ടുകാർ വന്ന് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. എന്നിട്ട് തന്നെ അതിനെ കൊണ്ട് പറയിപ്പിച്ചു അത് കുളിമുറി തെറ്റി വീണതാണെന്ന് ആദ്യം പറയിപ്പിച്ചെങ്കിലും അത് മാറി പിന്നെ ശരിയായ സത്യം അത് പറഞ്ഞു കൊടുത്തു, ഇതിനിങ്ങനാണെന്ന്. അതിൻ്റെ മുഖമെല്ലാം മുഴുവൻ നീരാണ്. പിന്നെ ആ അച്ഛൻ എന്ന് പറയുന്ന ആൾ കുറെ കൂടെ ഒരു കാര്യശേഷിയുള്ള പ്രാപ്തിയുള്ള ഒരാളായതുകൊണ്ട്, കുറെ കൂടെ കോമൺ സെൻസ് ഉള്ള ആളായതുകൊണ്ട് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി അവിടുന്ന്. അങ്ങനെ അതിൻ്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടി. ഇല്ല, ഇതിനെ കൊന്നുകളഞ്ഞനെ. ആ വീട്ടിൽ താമസിച്ചിരുന്ന എവൻ്റെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ ഇതിനെ കൊന്നുകളഞ്ഞനെ. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവനെ പറഞ്ഞയച്ചു, അവൻ ജർമ്മനിക്ക് കടന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പക്ഷേ എനിക്ക് വിശ്വാസമില്ല. കാരണം സമയത്ത് അവർ അറിയിച്ചിരുന്നെങ്കിൽ ഇമിഗ്രേഷൻ നമ്മുടെ രാജ്യത്ത് എല്ലാ ഏജൻസിക്കും നെറ്റ്വർക്ക് ഉള്ളതാണ്. ഇമിഗ്രേഷനിൽ ഏത് എയർപോർട്ടിൽ ചെന്നാലും അവന് തിരിച്ചയക്കേണ്ടതാണ്. പക്ഷേ ബാംഗ്ലൂർ എയർപോർട്ടൊക്കെ വളരെ കാര്യശേഷിയുള്ള എയർപോർട്ടാണ്. അവിടെ ഈ എളുപ്പമൊന്നും അവിടെ നിന്നും കടന്നു പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നുകിൽ ഇൻറ്റിമേഷൻ കൊടുത്തു കാണത്തില്ല. ഇവൻ പോയെങ്കിൽ ശരിയായ ഇൻറ്റിമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അവൻ്റെ യാത്ര തടയേണ്ടതായിരുന്നു. ഇവൻ വിദേശത്ത് നിന്ന് വന്നവനാണെന്ന് ഇവർക്കറിയാമല്ലോ. അറിയാമായിരുന്നെങ്കിൽ അത് തടയേണ്ടതായിരുന്നു. പക്ഷെ അതില്ല. പിന്നെ അടുത്തത് ഇവൻ്റെ ഭാഗത്തുള്ള ഒരു വലിയൊരു കുറ്റകൃത്യം എന്ന് പറയുന്നത് ബൈഗമി കമ്മിറ്റ് ചെയ്തെന്നുള്ളതാണ്. കാരണം വേറൊരു വിവാഹം നിലവിലിരിക്കുകയാണ്. ആ വേറെ വിവാഹബന്ധം നിലവിലിരിക്കുമ്പോൾ അത് മറച്ചു വെച്ചിട്ട് പുതിയൊരു വിവാഹം കഴിക്കുകയാണ്. അതാ കാര്യം. അപ്പം നേരത്തെയുള്ള വിവാഹം നിലവിലിരിക്കുമ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചാൽ അത് ബൈഗമിയാവും, ഒഫൻസാണ്. പിന്നെ മാത്രമല്ല അത് മറച്ചു വെച്ചിട്ട് ഈ കുട്ടിയെ ചീറ്റ് ചെയ്തതാണ്, വഞ്ചിച്ചതാണ്, ചീറ്റിംഗ് ഉണ്ട്.
ഇതേപോലുള്ള ഒഫൻസുകളൊക്കെ ഗുരുതരമായ ഒഫൻസുകളുള്ളപ്പോൾ 307 ഉൾപ്പെടെയുള്ള ഒഫൻസുകളുള്ളപ്പോൾ ഈ പ്രതി വിട്ടയച്ച ഈ പോലീസിൻ്റെ നടപടിയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. എന്നിട്ട് ഇനി പറയുക, ഇനി അവൻ ജർമ്മനി ചെന്ന് ഇനിയിപ്പോൾ ഇൻ്റർപോളിന് കൊടുക്കാം, മറ്റേതിന് കൊടുക്കാം. ഇൻ്റർപോളും ഒരു വിദേശ ഏജൻസിയും ഒന്നും വേണ്ടായിരുന്നല്ലോ, കയ്യിലുണ്ടായിരുന്ന പ്രതിയല്ലേ പറഞ്ഞയച്ചത്. ഈ പറഞ്ഞയച്ചവന്മാരെ വേണം ഇതിന് പകരം പിടിച്ചകത്തിടാൻ.